ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചിലർക്കൊന്നും ഈ പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ്പക്ക ഉപ്പേരി വെച്ച് കഴിക്കുന്നത് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല, കാരണം ഭയങ്കര കയ്പ്പായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് നാടൻ അച്ചാറാണ്. ഇതിലേക്ക് നമ്മൾ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഒരു നാടൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ നാടൻ അച്ചാറിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 2 പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. കയ്പ്പക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ചെറുതാക്കി ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പുളി പുഴിയാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ കണക്കനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് പച്ചമുളക് നമ്മൾ തനിയെ സുർക്കിയിലൊക്കെ ഇട്ട് വെക്കുന്ന പോലെ തന്നെ പുളിയൊക്കെ പിടിക്കുന്നതുകൊണ്ട് എത്ര പച്ചമുളക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് മാങ്ങഞ്ചി ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ മാങ്ങഞ്ചിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മാങ്ങഞ്ചി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പാവയ്ക്കയും മാങ്ങഞ്ചിയും ഒപ്പത്തിനൊപ്പമാണ് എടുത്തിട്ടുള്ളത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കല്ലിലിട്ട് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. തന്നെ നാടൻ അച്ചാറല്ലേ, അപ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ടൊന്നുമല്ല, കല്ലിൽ വെച്ച് ഒന്ന് കുത്തിയെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. പച്ചമുളകും ഞാനൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ കീറിയിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയും ചേർത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമുക്ക് പച്ചമുളകും ചേർത്തിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഒരുപാട് എരിവുള്ളതാണെങ്കിൽ 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഒരുപാട് മുളകൊക്കെ ചേർക്കുന്നതല്ലേ. അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കളറിന് വേണ്ടി മാത്രം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാന്താരി മുളകോ എന്ത് മുളക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പുഴിഞ്ഞ് വെച്ച പുളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ലൂസായി പോകണ്ട, നമ്മൾ അച്ചാർ എത്രയാണ് ഉണ്ടാക്കണത് അതിൻ്റെ കണക്കനുസരിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കുക തന്നെ വേണം. അപ്പോഴേ നമ്മൾ മുളകും പുളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ കയ്പ്പക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങഞ്ചി ഇല്ലെങ്കിൽ കയ്പ്പക്ക മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി അധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേ നന്നായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ. ഞാൻ മാങ്ങഞ്ചി ഇല്ലേ വിചാരിച്ചിട്ടാണ് 2 കഷ്ണം എടുത്തത്. അപ്പോൾ ഇനി നമ്മുടെ ഇത് അധികം തിളച്ച് വരാൻ പറ്റില്ല. നമ്മൾ ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാവയ്ക്കയും മാങ്ങഞ്ചിയും ഒക്കെ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ അതിൽ പാവയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വേറെ തന്നെ കഴിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, ഒട്ടും കയ്പ്പുണ്ടാവില്ല. പിറ്റേ ദിവസം മുതലേ നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം, കാരണം പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടുവരും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.